ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ. നമസ്കാരം. രാമരാവണ യുദ്ധം കഴിഞ്ഞു. രാവണൻ വധിക്കപ്പെട്ടു. ദേവലോകത്ത് വലിയ ആഘോഷമാണ്. കാരണം ദേവന്മാർ എത്രയോ കാലമായി അടിമകളായി കഴിയുകയാണ്. ദേവേന്ദ്രനെ തോൽപ്പിച്ചു. അഗ്നിയെയും വരുണനെയും വായുവിനെയും ഒക്കെ തന്നെ തൻ്റെ അടിമകളാക്കി കൊണ്ടു നടന്നു. അർക്കചന്ദ്രന്മാരെ പോലും രാവണൻ അടിമകളാക്കി കൊണ്ടു നടന്നു. ഇവരെല്ലാം മോചിക്കപ്പെട്ടു. അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നിലയിലായിരുന്നു. അവരുടെ ഒരു സ്വതന്ത്രമായി അവർ. ദേവലോകത്ത് വലിയ ആഘോഷമാണ്. ഉർവശി, മേനക, രംഭതിലോത്തമമാർ അവർ മനം നിറഞ്ഞ് വിലാസ നൃത്തം ചവിട്ടി സ്വർഗരാജ്യത്ത്. എങ്ങും ആഘോഷം. രാവണൻ കൊല്ലപ്പെട്ടതിൻ്റെ ആഘോഷം. ദേവന്മാരിങ്ങനെ കൂട്ടത്തോടെ ശ്രീരാമദേവനെ അഭിനന്ദിക്കുവാനായി ലങ്കയിലേക്കെത്തി. ബ്രഹ്മദേവനടക്കം മഹേശ്വരനും ഒക്കെ ലങ്കയിലേക്ക് എത്തിച്ചേർന്നു ശ്രീരാമദേവനെ അഭിനന്ദിക്കുവാനായി. എല്ലാവരും വളരെ വളരെ സന്തോഷത്തിലാണ്. ധാരാളം വരബലങ്ങളാൽ ശക്തനായിരുന്ന രാവണനെ വധിക്കുവാൻ മനുഷ്യാവതാരം പൂണ്ട് ശ്രീഹരി ശ്രീരാമവേഷം സ്വീകരിച്ച് നടത്തിയ ഒരു വലിയ ദൗത്യമായിരുന്നു രാവണവധം. രാവണവധം മാത്രമല്ല നടന്നത്. ഈ ലോകത്തുള്ള, ഭൂലോകത്ത് മാത്രമല്ല, ഈ 14 ലോകങ്ങളിലുമുള്ള മുഴുവൻ രാക്ഷസരെയും കർബുരന്മാരെയും അസുരന്മാരെയും ലങ്കയിലേക്ക് എത്തിച്ച് വധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ പ്രത്യേകത. ശ്രീരാമദേവൻ മഹർഷിമാർക്ക് നൽകിയ ഒരു വലിയ ഉറപ്പാണ് രാക്ഷസകുലത്തെ മുഴുവൻ നശിപ്പിക്കുമെന്ന്. പക്ഷെ രാക്ഷസകുലത്തിൽ പിറന്ന സമാധാനപ്രേമികളായ ആളുകളുണ്ട്. അവരൊന്നും കൊല്ലപ്പെട്ടില്ല, അവരൊന്നും യുദ്ധത്തിൽ പങ്കാളികളായില്ല, അവരാരെയും ദ്രോഹിക്കുന്നില്ല. അവർ സമാധാനപൂർവ്വം ജീവിക്കുകയാണ്, വിഭീഷണനെ പോലെ. അങ്ങനെ സ്ഥിരമായി രാക്ഷസരിൽ നിന്നും അസുരന്മാരിൽ നിന്നും കാലാകാലങ്ങളിൽ ഭീഷണി നേരിട്ടുകൊണ്ടിരുന്ന ദേവന്മാർ എന്നേക്കുമായി അതിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു. യുഗാരംഭകാലം മുതൽ തന്നെ ദേവന്മാർ പല അവസരങ്ങളിലും രാക്ഷസരാൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, അസുരന്മാരാൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. മത്സ്യാവതാരം എടുത്തതും നരസിംഹാവതാരം സ്വീകരിച്ചതും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ അവതാരങ്ങൾക്ക് പുറമേ പരാശക്തിയും ശ്രീമുരുകനും ഒക്കെ തന്നെ പല നിലകളിലും പല അവസരങ്ങളിലും
ദുഷ്ടശക്തികൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ശ്രീരാമദേവൻ വലിയ നിലയിൽ സർവമാനവരെയും വധിച്ചിരിക്കുകയാണ്. വലിയ സന്തോഷമാണ് ദേവലോകത്ത്. ദേവലോകത്തെ സന്തോഷം അവർ പങ്കുവയ്ക്കുവാൻ ലങ്കയിലേക്കെത്തി ശ്രീരാമദേവന് മുന്നിൽ വണങ്ങി നിന്നു. ശ്രീ പരമേശ്വരൻ വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെ കലാശിക്കുമെന്ന് നമുക്കറിയാമെങ്കിൽ തന്നെയും രാമരാവണ യുദ്ധം സൃഷ്ടിച്ച പ്രകമ്പനത്തിൻ്റെ മാറ്റുലികൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ തളം കെട്ടി നിൽപ്പുണ്ട്. ശ്രീരാമദേവനെ പോലുള്ള ഒരു പുത്രനെ ജന്മം നൽകിയത് വഴി ദശരഥൻ ഏറെ വാഴ്ത്തപ്പെട്ടവനായി മാറുന്നു. പുത്രവിയോഗത്താലാണല്ലോ ദശരഥൻ മരണപ്പെട്ടത്. ആ ദശരഥൻ ഇന്നിപ്പോൾ കൈലാസത്തിൽ സന്തോഷപൂർവ്വം ഉണ്ട്. ആ ദശരഥനെ നാം ഇവിടേക്ക് അയക്കാം എന്ന് പറഞ്ഞ് ശ്രീ പരമേശ്വരൻ ശ്രീരാമദേവനെയും കണ്ട് സംസാരിച്ച് വണങ്ങി കൈലാസത്തേക്ക് മടങ്ങിപ്പോയി. ബ്രഹ്മദേവനും ശ്രീരാമദേവനെ കണ്ട് വണങ്ങി സന്തോഷം പങ്കുവച്ച് മടങ്ങിപ്പോയി. ദേവന്മാർ ചോദിച്ചു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ വലിയ കൃത്യം നിർവഹിച്ച അങ്ങയ്ക്ക് വേണ്ടി എന്താണ് നാം ചെയ്യേണ്ടത്? അപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞു, നമ്മോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന വാനരർ ധാരാളമായി കൊല്ലപ്പെട്ടു. അവർക്ക് എല്ലാവർക്കും ജീവൻ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ദേവന്മാർ വലിയ സന്തോഷത്തോടുകൂടി അവർക്ക് ജീവൻ തിരിച്ചു കൊടുത്തു. നിദ്രയിൽ നിന്ന് ഉണർന്നതുപോലെ വാനരന്മാരെല്ലാം തിരിച്ച് ഉണർന്നു വന്നു. ഈ സമയം വിഭീഷണൻ രാജാവാകുവാനായി ചുമതലെടുക്കുവാൻ ലങ്കയിൽ രാജധാനിയിലായിരുന്നു. വിഭീഷണനെ രാജാഭിഷേകം ചെയ്യിക്കുവാനും ചുമതലയെടുപ്പിക്കുവാനുമായി അവിടേക്ക് പോയ ലക്ഷ്മണനും സുഗ്രീവനും ഹനുമാനും അങ്കദനും നീലനും യവയനും നളനും ഒക്കെ ഒന്നിച്ച് വിഭീഷണൻ മടങ്ങി ശ്രീരാമസന്നിധിയിലെത്തി. അവിടെ എത്തിച്ചേർന്ന് വിഭീഷണൻ ശ്രീരാമദേവന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ശ്രീരാമദേവൻ രാജ്യഭാരത്തെക്കുറിച്ച്, ഏത് വിധത്തിലാണ് ഭരിക്കേണ്ടത്, ഭരണം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് വിഭീഷണനോട് സംസാരിച്ചു. പ്രജകളോട് പെരുമാറുന്ന രീതി, രാജ്യഭരണം കൃത്യതയോട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച്, പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ഇതൊക്കെ പറയുമ്പോൾ സുഗ്രീവൻ രണ്ട് കൈയും തൊഴുതു പിടിച്ചുകൊണ്ട് ശ്രീരാമദേവൻ പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. കാരണം അത് സുഗ്രീവനും പാഠമാണല്ലോ. സുഗ്രീവനും രാജാവായിരിക്കണമല്ലോ. സുഗ്രീവനും രാജ്യഭാരത്തെക്കുറിച്ചുള്ള കൃത്യതയുള്ള അറിവാണ് ഭഗവാൻ ശ്രീരാമദേവൻ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ശ്രീരാമദേവൻ ഹനുമാനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് മൈഥിലിയെ കാണട്ടെ, മൈഥിലിയോട് പോയി
ഈ വിശേഷങ്ങളൊക്കെ പറയണം. മൈഥിലി എന്താണ് തിരിച്ചു പറയുന്നത് എന്ന് നമ്മോട് അതുപോലെ വന്ന് പറയണം. ഹനുമാൻ വളരെ വേഗം സീതാദേവിയുടെ മുന്നിലെത്തി. ദേവിയെ നമസ്കരിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ നടന്ന ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. രാവണൻ കൊല്ലപ്പെട്ടതും വിഭീഷണൻ രാജാവായതും ഒക്കെ നടന്ന സംഭവങ്ങളൊക്കെ സീതാദേവിയോട് പറഞ്ഞു. സീതാദേവി ഹനുമാൻ ചെല്ലുന്ന സമയം ദുഃഖിതയായിരുന്നു. ഹനുമാന്റെ വർത്തമാനം കേട്ട് സീതാദേവി വളരെ സന്തോഷത്തിലായി, വളരെ വളരെ സന്തോഷത്തിലായി. ഹനുമാൻ പറഞ്ഞു, ദേവിയെ താമസമിന കൂട്ടിക്കൊണ്ടുപോകുവാൻ വേണ്ട നടപടി ഉണ്ടാകും എന്നിങ്ങനെ പറഞ്ഞ് ഹനുമാൻ തിരിച്ച് ശ്രീരാമദേവനോട് ഈ സന്തോഷം, ദേവി പങ്കിട്ട സന്തോഷം വന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമദേവൻ വിഭീഷണനെ വിളിച്ചിട്ട് പറഞ്ഞു, പോയി സീതാദേവിയെ കൂട്ടിക്കൊണ്ടുവരുവാൻ നിർദ്ദേശിച്ചു. വേണ്ട നിലയിൽ ദേവിയെ സ്വീകരിച്ചു കൊണ്ടുവരണം എന്നാണ് നിർദ്ദേശം നൽകിയത്. വിഭീഷണൻ വളരെ ആദരപൂർവ്വം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആടയാഭരണങ്ങളുമായി സീതാദേവിയുടെ മുന്നിൽ ചെന്നു. വിഭീഷണനെ സീതാദേവി ആദ്യമായി കാണുകയാണ്. പക്ഷെ വിഭീഷണനെ അറിയാം. സരമയും ത്രിജട, വിഭീഷണന്റെ മകൾ ത്രിജടയാണല്ലോ അവിടെ സീതാദേവി എത്തിയ നാൾ മുതൽ സീതാദേവിയുടെ തോഴിയായി നിൽക്കുന്നത്. വിഭീഷണൻ ചെന്ന് ഈ ആടയാഭരണങ്ങളുമായി ചെന്ന് ദേവിയോട് പറഞ്ഞു, ശ്രീരാമദേവൻ ദേവിയെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു, ഈ ആടയാഭരണങ്ങൾ അണിഞ്ഞ് വരണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ദേവി പറഞ്ഞു, നാം കാനനവാസത്തിന് ശ്രീരാമദേവനോടൊപ്പം നമ്മുടെ ആടയാഭരണങ്ങളൊക്കെ ഉപേക്ഷിച്ച് വൽക്കലം ധരിച്ച് ഇറങ്ങി പുറപ്പെട്ടതാണ്. ദേവൻ ഇപ്പോഴും വനവാസത്തിലാണ്. വനവാസകാലം കഴിഞ്ഞിട്ടില്ല. നാമും വനവാസത്തിലാണ്. നാം ഇങ്ങനെ ദേവനെ കണ്ടുകൊള്ളാം. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, ശ്രീരാമദേവൻ പറഞ്ഞതനുസരിച്ചാണ് നാം ഇങ്ങനെ ദേവിക്ക് ചാർത്താൻ ഈ ആടയാഭരണങ്ങളുമായി വന്നത്. അപ്പോൾ ദേവി പറഞ്ഞു, നാം എന്താണ് പറയുന്നതെന്നും ചെയ്യുന്നതുമെന്ന് ദേവനറിയാം. ഇങ്ങനെ കേട്ടപ്പോൾ വിഭീഷണന് മനസ്സിലായി ദേവിയുടെ തീരുമാനമെന്ന്. വിഭീഷണൻ ദേവിയെ നമസ്കരിച്ച്, എന്നാൽ അതുപോലെ ദേവി ഭഗവതി എന്ന് തൊഴുതുകൊണ്ട് സമ്മതിച്ചു. എന്നിട്ട് വിഭീഷണൻ പറഞ്ഞു, ദേവിയെ കൂട്ടിക്കൊണ്ടുചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്, ഈ പുഷ്പവിമാനത്തിൽ പോകാം. അങ്ങനെ ആ പുഷ്പവിമാനത്തിൽ കയറി ഭീഷണോടൊപ്പം ശ്രീരാമസന്നിധിയിലേക്ക് ദേവി വരികയാണ്. ആ വിമാനത്തിലിരുന്നുകൊണ്ട് വിഭീഷണൻ യുദ്ധം നടന്ന സ്ഥലങ്ങളും അവിടെ കൂടിക്കിടക്കുന്ന കബന്ധങ്ങളും മറ്റ് തേരും പൊളിഞ്ഞത് ഒരുപാട് യുദ്ധത്തിൻ്റെ എല്ലാ അവശിഷ്ടങ്ങളും കിടക്കുന്നത്, കഴുകന്മാരും കുറുനരികളും ഒക്കെ ഇങ്ങനെ കാക്കകളും നായ്ക്കളുമൊക്കെ ഓരിയിടുന്നതും കടിച്ചു വലിക്കുന്നതുമായ ഒരു കാഴ്ച ഇങ്ങനെ കാട്ടിക്കൊടുത്തു. സീതാദേവി പുഷ്പവിമാനത്തിൽ ശ്രീരാമദേവന്റെ മുന്നിലേക്ക് വന്നിറങ്ങി. വളരെ മുഷിഞ്ഞ്
വിരൂപിയായി വളരെ വികൃതമായ രൂപത്തിലാണ് സീതാദേവി വന്നിറങ്ങിയത്. സീതാദേവിയെ കണ്ടപ്പോൾ ശ്രീരാമദേവൻ സീതാദേവിയുടെ മുഖത്ത് നോക്കി വളരെ വേദനയോടുകൂടി ചോദിച്ചു, ദേവി ഇതെന്ത് രൂപം? വളരെ വിരൂപിയായി, ക്ഷീണിതയായി, മുഷിഞ്ഞ് ഇങ്ങനൊരു രൂപം ആയിരിക്കും സീതാദേവിയുടേത് എന്ന് ആരും ധരിച്ചില്ല. ശ്രീരാമദേവനും ലക്ഷ്മണനും ഒരിക്കലും ധരിച്ചില്ല. അവർക്കാണല്ലോ നേരത്തെ സീതാദേവി അറിയുന്നത്. വിഭീഷണോ ഹനുമാനോ ഒക്കെ ഈ രൂപത്തിലാണല്ലോ അവിടെ കണ്ടിട്ടുള്ളത്. ശ്രീരാമദേവൻ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ദുഃഖത്തോടുകൂടി സീതാദേവിയുടെ കണ്ണുകളിലേക്ക് കുറേ സമയം നോക്കി നിന്നു. അത് കഴിഞ്ഞ് ചോദിച്ചു, ദേവി ഇതെന്ത് രൂപം? ഈ വിധത്തിൽ ദേവി ആയിട്ടും ദേവിയെ കാണുവാനും ദേവിയെ രക്ഷിക്കുവാനും നാം വൈകി. ഇത് കേട്ടപ്പോൾ ദേവിയുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ദേവി ലക്ഷ്മണന്റെ മുഖത്തേക്ക് നോക്കി ലക്ഷ്മണനോട് പറഞ്ഞു, ഒരു അഗ്നികുണ്ഡം തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഇതിന് പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അഗ്നികുണ്ഡം തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. ദേവി ഇങ്ങനെ അഗ്നികുണ്ഡം തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ലക്ഷ്മണൻ ഒന്നും മനസ്സിലാകാതെ ശ്രീരാമദേവന്റെ മുഖത്തേക്ക് നോക്കി. ശ്രീരാമദേവനും അത് തന്നെയാണ് വേണ്ടത് എന്ന നിലയിൽ മൗനമായി നിൽക്കുകയാണ്. മുഖഭാവം കണ്ടാൽ അഗ്നികുണ്ഡം ഒരുക്കണമെന്ന സീതാദേവിയുടെ ആവശ്യം ശരിയാണ് എന്ന് തോന്നുന്ന നിലയിലായിരുന്നു ശ്രീരാമദേവന്റെ ഈ മുഖം. അതുകൊണ്ട് തന്നെ ലക്ഷ്മണൻ വളരെ വേഗം അഗ്നികുണ്ഡം ഒരുക്കി. അഗ്നി ആളിപ്പടർന്നു. സീതാദേവി അഗ്നികുണ്ഡത്തിന് സമീപമെത്തി. അവിടെ നിന്നുകൊണ്ട് തൻ്റെ ഇരു കൈകളും എടുത്ത് പ്രാർത്ഥിച്ചു അഗ്നിദേവനെ. നാം ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ പങ്കിലമായിട്ടുണ്ടെങ്കിൽ നമ്മെ ഈ അഗ്നി ആവാഹിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഗ്നികുണ്ഡത്തിലേക്ക് നടന്നു കയറി. ജ്വാലയായി ഉയർന്ന അഗ്നിയുടെ താപം കെട്ടുപോയി. താപമില്ലാത്ത വെറും ജ്വാല. ആ ജ്വാലയിലൂടെ നടന്ന് സീതാദേവി പുറത്തിറങ്ങി വന്നു. അതുവരെ മുഷിഞ്ഞ വേഷധാരിയായിരുന്ന സീതാദേവി താൻ ധരിച്ചിരിക്കുന്ന വേഷമൊക്കെ ശുദ്ധിയായി, ദേഹമനഃശുദ്ധിയോടുകൂടി സീതാദേവി പഞ്ചവടിയിൽ എങ്ങനെയായിരുന്നു അതേപോലെ പുറത്തേക്ക് വന്നു. ഈ സമയം അഗ്നികുണ്ഡത്തിൽ നിന്നും അഗ്നിദേവൻ ശ്രീരാമദേവന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. ശ്രീരാമദേവനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, നാം അഗ്നിദേവൻ. ശ്രീരാമദേവൻ പറഞ്ഞു, അറിയാം. ദേവിയുടെ പാതിവൃത്യത്തിൻ്റെ താപം ഒരു പ്രപഞ്ചശക്തിക്കും താങ്ങാൻ കഴിയുന്ന നിലയിലുള്ള ഒന്നല്ല. വിശുദ്ധമായ
ദേവിയുടെ ഈ അഗ്നിശുദ്ധി വരുത്തിയ നടപടി അപാരം. അമ്മേ ദേവി മഹാമായേ, മഹാലക്ഷ്മി എന്ന് വിളിച്ചുകൊണ്ട് അഗ്നിദേവൻ സീതാദേവിയെ നമസ്കരിച്ചു. ഇത് കണ്ടുനിന്ന ദശരഥനും ലക്ഷ്മണനും ഒക്കെ സന്തോഷമായി. ദശരഥ മഹാരാജാവ് പറഞ്ഞു, സീതേ, ജാനകി പ്രിയപുത്രി, നീ ഇപ്പോൾ നടത്തിയ അഗ്നിശുദ്ധി വരുത്തിയത് ഏറ്റവും മാതൃകാപരമായ ഒന്നാണ്. മനുഷ്യരൂപമെടുത്തിരിക്കുന്ന ഒരു സ്ത്രീയാണ് നീ. ആ നിലയിൽ മനുഷ്യകുലത്തിന് തന്നെ മാതൃകയായി ഈ അഗ്നിശുദ്ധി വരുത്തുവാൻ കഴിഞ്ഞത് തികച്ചും ഉചിതമായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയുടെ തലയിൽ കൈകൊണ്ട് തടവി. ലക്ഷ്മണൻ മുന്നോട്ട് വന്ന് ദശരഥൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. സ്വന്തം ജ്യേഷ്ഠനെ വനവാസകാലത്ത് പിതാവിനെ പോലെ കാത്തു സൂക്ഷിച്ച് ഉറങ്ങാതെ കാത്തു സൂക്ഷിച്ച ഒരു കാവൽക്കാരനെ പോലെ കാത്തു സൂക്ഷിച്ച പ്രിയ സഹോദരൻ, ഒരു അനുജൻ ഇതിനു മുമ്പോ ഇതിനു ശേഷമോ ഇനി ലോകത്തുണ്ടാവുകയില്ല എന്ന് ദശരഥൻ പറഞ്ഞു. നമുക്ക് സന്തോഷമായി പുത്ര, സ്വന്തം ഭർത്താവിനെ ഈ വിധം സേവിച്ചിട്ടുള്ള ഒരു സഹോദരൻ. അത് നമ്മുടെ അഭിമാനമാണ്. അത്തരമൊരു പുത്രന് നമുക്ക് ജന്മം നൽകാൻ കഴിഞ്ഞതിൽ നാം അഭിമാനിക്കുന്നു. വനവാസത്തിനയക്കുമ്പോൾ എൻ്റെ പ്രിയപത്നി സുമിത്ര പറഞ്ഞത് നാം ഓർക്കുന്നു. ജ്യേഷ്ഠനെ പിതാവിന് തുല്യവും ജ്യേഷ്ഠത്തിയമ്മയെ മാതാവിന് തുല്യവും സുമിത്ര ദേവിക്ക് തുല്യവും കാണണമെന്ന് പറഞ്ഞയച്ച ആ വാക്യം അക്ഷരാർത്ഥത്തിൽ പാലിച്ച പ്രിയപുത്ര, നിനക്കെല്ലാ മംഗളങ്ങളും നാം ആശംസിക്കുന്നു എന്ന് പറഞ്ഞു ദശരഥൻ. അപ്പോൾ ഇങ്ങനെ 3 പേരെയും ദശരഥൻ അനുഗ്രഹിച്ചിട്ട് നിൽക്കുമ്പോൾ ദശരഥൻ ചോദിച്ചു, നാം നിങ്ങൾക്ക് എന്താണ് തരേണ്ടത്? 2 പുത്രന്മാരും ഒരു പുത്രവധുവും നിൽക്കുകയാണല്ലോ, എന്ത് തരണം? ശ്രീരാമദേവൻ പറഞ്ഞു മറുപടിയായി, കൈകേയി മാതാവിനെ നമ്മെ കാട്ടിലേക്ക് അയക്കാൻ തീരുമാനിക്കുമ്പോൾ അങ്ങ് വെറുപ്പോടെ ശപിച്ചത് നാം ഓർക്കുന്നു. കൈകേയി മാതാവ് ഭാര്യയല്ല എന്നും ഭരതൻ പുത്രനല്ല എന്നും. കൈകേയി മാതാവ് നമ്മെ കാട്ടിലേക്ക് അയച്ചതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ രാവണനെയും ഈ രാക്ഷസകുലത്തെയും ഒക്കെ നശിപ്പിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അവരോട് പൊറുക്കണം എന്നിങ്ങനെ ദശരഥനോട് പറഞ്ഞപ്പോൾ, രാവണനെ വധിച്ചതിൽ രാവണൻ്റെ കഥ കഴിച്ച പുത്രനാണ് തൻ്റെ പുത്രൻ എന്നതിൽ ദേവലോകത്ത് അഭിമാനം കൊള്ളുന്ന ദശരഥൻ ഇതിനവസരമുണ്ടായത് ഇങ്ങനെയാണെന്നുള്ളത് കൊണ്ട് തന്നെ ദശരഥൻ വളരെ വളരെ സന്തോഷത്തോടുകൂടി അതെല്ലാം കഴിഞ്ഞ കാര്യം, ഇനി അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞു. കൈകേയിയോടും ഭരതനോടും ഒന്നും തന്നെ വിരോധമില്ല എന്ന നിലയിൽ പ്രതികരിച്ചപ്പോൾ കൈകേയി എൻ്റെ ഭാര്യയും ഭരതൻ എൻ്റെ പുത്രനും തന്നെയാണ് എന്ന നിലയിൽ പ്രതികരിച്ചപ്പോൾ ശ്രീരാമദേവനും വളരെ സന്തോഷമായി, ലക്ഷ്മണനും സന്തോഷമായി, സീതാദേവിക്കും സന്തോഷമായി. ദശരഥ മഹാരാജാവ് വീണ്ടും കൈലാസത്തിലേക്ക് പോയി. അപ്പോൾ നേരത്തെ ബ്രഹ്മദേവൻ വന്ന സമയത്ത് ബ്രഹ്മദേവൻ അവിടെ ഒരു രഹസ്യം
വെളിപ്പെടുത്താൻ നാം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ശ്രീരാമദേവൻ ശ്രീഹരിയുടെ അവതാരമാണ്. സീതാദേവി മഹാലക്ഷ്മിയുടെ അവതാരമാണ് എന്ന ബ്രഹ്മദേവൻ ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നു എന്ന നിലയിൽ ദേവരഹസ്യം അവിടെ പങ്കുവയ്ക്കുകയുണ്ടായി. പക്ഷേ ഇക്കാര്യം എത്രയോ കാലമായി സർവർക്കും അറിയുന്നൊരു കാര്യമാണ്. ആരും പറഞ്ഞില്ല എങ്കിൽ പോലും, ആരും വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും എല്ലാവർക്കും അറിയുന്ന പരസ്യമായ രഹസ്യമാണ്. ശ്രീരാമദേവൻ കേവല മനുഷ്യനല്ല എന്നുള്ള കാര്യവും, സീതാദേവി കേവല മനുഷ്യസ്ത്രീ അല്ല എന്നുള്ള കാര്യവും, ലക്ഷ്മണൻ കേവല മനുഷ്യനല്ല എന്നുള്ള കാര്യവും ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ സന്തോഷകരമായ അന്തരീക്ഷത്തിൽ നിൽക്കവേ ശ്രീരാമദേവൻ പെട്ടെന്നോർത്തു, 14 വർഷം പൂർത്തിയാവുകയാണ്. ഇന്ന് 14 വർഷം പൂർത്തിയാവുകയാണ്. 14 വർഷം പൂർത്തിയാകുന്ന നിമിഷം അയോധ്യയിലെത്തിയില്ല എങ്കിൽ ഭരതൻ തൻ്റെ ജീവൻ വെടിയുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭരതൻ്റെ വാക്കുകൾ എന്നും ഉറച്ച വാക്കുകളാണ്. അതുകൊണ്ട് ഇനി കൂടുതൽ നിൽക്കാൻ സമയമില്ല, ഉടൻ തന്നെ നമുക്ക് അയോധ്യയിലേക്ക് പുറപ്പെടാം എന്ന് പറഞ്ഞ് ശ്രീരാമദേവനും ലക്ഷ്മണനും സീതാദേവിയും പുഷ്പവിമാനത്തിൽ കയറാൻ തീരുമാനിക്കുമ്പോൾ വാനരവൃന്ദം സുഗ്രീവനും അംഗദനും ഹനുമാനും ഒക്കെ അവരെല്ലാം ഒരു ഒന്നിച്ച് നിൽക്കുകയാണ്. അവരോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ശ്രീരാമദേവൻ പുഷ്പവിമാനത്തിൽ കയറാൻ തീരുമാനിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, നമുക്കും അയോധ്യയിൽ വന്ന് കൗസല്യ മാതാവിനെയും മറ്റ് ബന്ധുജനങ്ങളെയും കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, എല്ലാവരും പുഷ്പവിമാനത്തിൽ കയറാൻ പറഞ്ഞു. അപ്പോൾ വാനരർക്ക് എല്ലാവർക്കും കയറാൻ പുഷ്പവിമാനത്തിൽ കയറാൻ പറ്റുമോ എന്ന് വിഭീഷണനോട് ചോദിച്ചു. വിഭീഷണൻ പറഞ്ഞു, വാനരർക്ക് മാത്രമേ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഈ പുഷ്പവിമാനത്തിൽ കയറാൻ പറ്റും. ആ നിലയിലുള്ള രൂപകൽപ്പനയാണ് ഈ പുഷ്പവിമാനത്തിൻ്റേത്. ആവശ്യം പോലെ വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്ന ഒരു രൂപമാണ് ഈ പുഷ്പവിമാനത്തിൻ്റേത്. അങ്ങനെ മുഴുവൻ വാനരരും, കാരണം വന്ന ഒരു വാനരനും കൊല്ലപ്പെട്ടിട്ടില്ലല്ലോ, മുഴുവൻ ആളുകൾക്കും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. മുഴുവൻ വാനരെയും കയറ്റിക്കൊണ്ട് പുഷ്പവിമാനം വിഭീഷണൻ ലങ്കയിൽ നിന്ന് വിഭീഷണൻ അടക്കം എല്ലാവരെയും കയറ്റിക്കൊണ്ട് പുഷ്പവിമാനം അടുത്ത് പറന്നു പോന്നു. കിഷ്കിന്ധയിലെത്തുമ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞ് കിഷ്കിന്ധയിലൊന്ന് നിർത്താൻ പറഞ്ഞു. അങ്ങനെ കിഷ്കിന്ധയിൽ നിർത്തി അവിടെ താരാദേവിയെയും രുമിയും ഒക്കെ കണ്ട് നന്ദി പറയാൻ വേണ്ടി അവിടെ നിർത്തി. സീതാദേവി പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ നിർത്തിയത്. കാരണം അവിടെ ചെന്ന് അയോധ്യയിൽ ചെന്ന് നാം ഇറങ്ങുമ്പോൾ ഒരു സ്ത്രീ മാത്രമായിട്ട് വേണ്ട, കുറേ അധികം സ്ത്രീകൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അനരന്മാരുടെ ഭാര്യമാരെ കൂടെ കയറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവരെല്ലാം വാനരന്മാരുടെ കുറേ വാനരരുടെ ഭാര്യമാരും ആ വിമാനത്തിലേക്ക് കയറ്റി അവിടെ നിന്ന് യാത്ര തിരിച്ച് മുന്നോട്ട് പോകവേ ഈ ഇത്രയും ഭീകരരൂപികളായ വാനരന്മാർ ചെന്ന് അയോധ്യയിൽ ഇറങ്ങിയാൽ അയോധ്യയിലുള്ള ആളുകൾ, അയോധ്യ നിവാസികൾ ഭയന്നു പോകും. അതുകൊണ്ട് ശ്രീരാമദേവൻ മറ്റുള്ള ഈ വേണ്ടപ്പെട്ടവർക്ക് മാത്രം അറിയാം ഇവർ വാനരാണ്, ഇവർക്കെല്ലാം മനുഷ്യരൂപം കൊടുത്തു. മുഴുവൻ പാണ്ഡവ സമൂഹവും മനുഷ്യരൂപം കൊണ്ട് യാത്ര തുറന്ന വഴിയിൽ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഭരദ്വാജ മഹർഷിയെ തിരിച്ചു വരുമ്പോൾ കാണാമെന്ന് നേരത്തെ വാക്കുകൊടുത്തിരുന്നു.
ആ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൻ്റെ അവിടെ ഇറങ്ങുമ്പോൾ ശ്രീരാമദേവൻ ഹനുമാനെ വിളിച്ച് തൻ്റെ അങ്കുലീയം ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ തന്നെ അയോധ്യയിൽ പോയി ഭരതനെ കാണണം, നാം വരികയാണെന്നും നമ്മുടെ അടയാളമാണിത് എന്നും പറഞ്ഞു ഈ അങ്കുലീയം കാണിക്കണം എന്ന് പറഞ്ഞ് ഹനുമാനെ അയച്ചു. ഹനുമാൻ ശരവേഗത്തിൽ നന്ദിഗ്രാമിൽ എത്തിയപ്പോൾ, അയോധ്യയിലല്ലല്ലോ ഭരതൻ ഇരിക്കുന്നത്, ഇന്ന് രാജ്യഭാരം നടത്തിയ നന്ദിഗ്രാമിലാണ്. അവിടെ ഭരതൻ 14 വർഷം പൂർത്തിയായത് കണക്കാക്കിക്കൊണ്ട് ശ്രീരാമദേവൻ ഇനി അയോധ്യയിലേക്ക് മടങ്ങില്ല എന്നുറപ്പിച്ചുകൊണ്ട് ഭരതൻ തൻ്റെ ജീവൻ വെടിയാൻ തീരുമാനിച്ചു. ശ്രീരാമദേവൻ വനവാസം തുടരാനാണ് സാധ്യത എന്ന് കണക്കാക്കി ഭരതൻ ജീവൻ വെടിയാൻ തീരുമാനിച്ചു. ഭരതൻ ശത്രുഘ്നെ വിളിപ്പിച്ചു, തൻ്റെ ഇളയ സഹോദരൻ ശത്രുഘ്നെ വിളിപ്പിച്ച് ശത്രുഘ്നോട് പറഞ്ഞു, ഇന്ന് 14 വർഷം പൂർത്തിയാവുകയാണ്. ഇവിടെ അഗ്നികുണ്ഡം കൂട്ടി നാം നമ്മുടെ ശരീരം വെടിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശ്രീരാമദേവൻ നമ്മുടെ ജ്യേഷ്ഠൻ വരുന്ന സാഹചര്യമൊന്നും കാണുന്നില്ല. നാം പറഞ്ഞതാണ് 14 വർഷം തികയുന്ന ദിവസം ഇവിടെ എത്തിച്ചേരണമെന്ന്. ദേവൻ വരുന്നതിൻ്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. ഭരതൻ അറിയുന്നില്ല, ലങ്കയിൽ ഇങ്ങനെ രാവണൻ കൊല്ലപ്പെട്ടതും ലങ്കയിൽ യുദ്ധം നടന്നതും ഒന്നും അറിയുന്നില്ലല്ലോ. ഭരതൻ ഈ വിധം പറയുമ്പോൾ ശത്രുഘ്നൻ പൊട്ടിത്തെറിച്ചു. പിതാവിന് തുല്യമുള്ള ജ്യേഷ്ഠ സഹോദരൻ വനവാസത്തിന് പോയി. ജ്യേഷ്ഠനോടൊപ്പം എൻ്റെ പ്രിയ സഹോദരൻ ലക്ഷ്മണനും വനവാസത്തിന് പോയി. പിന്നെ എന്നോടൊപ്പമുള്ള എൻ്റെ ഈ ജ്യേഷ്ഠൻ ഇപ്പോൾ ജീവൻ വെടിയാൻ പോകും. നിങ്ങൾ 3 പേര് നഷ്ടപ്പെട്ടിട്ട് എന്നെ എന്തിനാണ് ഈ രാജ്യം ഏൽപ്പിക്കുന്നത്? ഞാനും ഈ ചിതയിലേക്ക് ചാടി ഒപ്പം ആത്മഹത്യ ചെയ്യും എന്നീ പറഞ്ഞു നിൽക്കുന്ന സമയം കൗസല്യാദേവി അവിടെ രഥത്തിൽ പാഞ്ഞു വന്നു. കാരണം ഭരതൻ്റെ ഈ നീക്കങ്ങൾ രാവിലെ തന്നെ കൗസല്യദേവി അറിഞ്ഞു. കൗസല്യദേവി അയോധ്യയിൽ നിന്ന് നന്ദിഗ്രാമിലേക്ക് പാഞ്ഞു വന്നപ്പോൾ ഭരതൻ ചിതയിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. കൗസല്യദേവി തടയാൻ ശ്രമിച്ചു. പക്ഷേ ഭരതൻ വേഗത്തിൽ നടന്ന് ചിതയിലേക്ക് കാലുവെക്കുന്ന മുമ്പ് ആകാശത്ത് നിന്നൊരു ശബ്ദം ഹനുമാന്റെ ജയരാമ രാമ എന്ന് വിളിച്ചുകൊണ്ടുള്ള ശബ്ദം കേട്ടു. പാഞ്ഞ് ചാടി ആ ചിതയിലിറങ്ങി ചിത അടിച്ചൊറ്റ അണഞ്ഞു. ചിത അണച്ചുകൊണ്ട് ഹനുമാൻ ഭരതനോട്, ശ്രീരാമദേവന്റെ ദൂതനാണ് ഞാൻ വായുദേവന്റെ അഞ്ജനാദേവിയുടെ പുത്രൻ ഹനുമാൻ. ദേവൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ നിർദ്ദേശിച്ചു. ദേവന്റെ ചിഹ്നമാണിത് എന്ന് പറഞ്ഞ് ദേവന്റെ അങ്കുലീയം ഭരതന് കൈമാറി. ഭരതന് വലിയ സന്തോഷമായി. ആ സമയം ശ്രീരാമദേവനും സംഘവും പുഷ്പവിമാനത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭരദ്വാജമുനിയുടെ ആശ്രമത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹനുമാൻ ശരവേഗത്തിൽ പോയി ആ വിമാനത്തിൽ കയറി ഇവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു. ശ്രീരാമദേവനും സംഘവും വളരെ ആഹ്ലാദപൂർവ്വം അവിടെ നന്ദിഗ്രാമിൽ വന്നിറങ്ങി.